വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് ഈ മാസം അവസാനത്തോടെ പദവി ഒഴിയും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായാണ് ലെവിറ്റിന്റെ രാജിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുറത്തുനിന്നുള്ള തന്റെ ഉപദേശകരിൽ പ്രധാനിയായ കരോളിൻ തുടരുമെന്നും ട്രംപ്. സെക്രട്ടറി എന്ന നിലയിൽ കരോളിന്റെ സേവനങ്ങളെ അഭിനന്ദിച്ചുകൂടിയാണ് ട്രംപ് പോസ്റ്റ് പങ്കുവച്ചത്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ദീർഘകാലത്തെ ഒരു പ്രവർത്തന പരിചയത്തിന് ശേഷം അല്ലെങ്കിൽ തന്റെ പദവി രാജിവെച്ച ഇപ്പോൾ ഒഴിയുകയാണ് കരോളിൻ ലെവിറ്റ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജന, തീർച്ചയായും കരോളിൻ ലെവിറ്റിന്റെ ഈ രാജി മറ്റു ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ കൂടി ട്രംപിന്റെ വിശദീകരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത് ദീർഘകാലം സേവനമനുഷ്ഠിച്ച കരോളിൻ ലെവിറ്റ് സ്ഥാനമൊഴിയുകയാണ്. സ്ഥാനമൊഴിയുന്നത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയൊക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായുള്ള വിശ്രമവും അനുബന്ധ ആവശ്യങ്ങൾക്കുമായാണ് സ്ഥാനമൊഴിയുന്നത് എന്ന് കൃത്യമായി ട്രംപ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ആശംസകൾ നേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ കൂടി വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ രാജിയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കാണാനാകുന്നത് എങ്കിൽ കൂടി മറ്റു ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വൈകാതെ തന്നെ അത് വിശദീകരിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ മാസം അവസാനത്തോടെ അവർ സ്ഥാനമൊഴിയും പദവിയിൽ നിന്ന് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വേളയിലും അല്ലാത്ത സാഹചര്യങ്ങളുമെല്ലാം തന്നെ മികച്ച പിന്തുണ നൽകിയ ഒരു വ്യക്തിത്വം കൂടിയാണ് കരോളിൻ ലെവിറ്റ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇറാൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യമായി അമേരിക്കയെയും അതുപോലെ തന്നെ ട്രംപിനെയും കൃത്യമായി അവതരിപ്പിക്കുന്നതിലും പ്രതിരോധിക്കുന്നതിലും എല്ലാം തന്നെ മികവ് കാണിച്ച ഒരു പ്രസ് സെക്രട്ടറി കൂടിയായിരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ഘടകം. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ രാജി ചില സൂചനകളൊക്കെ പുറത്തുവിടുന്നുണ്ട് എങ്കിൽ കൂടി അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ അനുകൂല നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പോസ്റ്റുകളിലും അതുപോലെ തന്നെ വിശദീകരണങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായി അവർ തുടരുമെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. ശരി.